അങ്ങനെ കുറേ ദിവസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 17.3 അപ്ഡേറ്റ് iOS 17 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും, അതായത് iPhone XS മുതൽ iPhone 15 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 17.3 അപ്ഡേറ്റിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ്, ചേഞ്ചസ്, പെർഫോമൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അപ്ഡേറ്റിൻ്റെ സൈസിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു അപ്ഡേറ്റ് iPhone 15 Pro ഡിവൈസിൽ നമുക്ക് ലഭിച്ചത് ഏകദേശം 800 MB അകത്താണ്. ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസുകൾ അനുസരിച്ച് ഈ ഒരു അപ്ഡേറ്റ് സൈസ് വേരി ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വേർഷൻ നമ്പറാണ്. സെറ്റിംഗ്സ് ജനറൽസ് എബൌട്ടിൽ 21D50 എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റിൽ പുതിയ മോഡം ഫേംവെയർ അപ്ഡേറ്റും ലഭിച്ചിട്ടുണ്ട്. സോ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ അത് അഡ്രസ് ചെയ്തിട്ടുണ്ട്. iOS 17 കൂട്ടത്തിൽ വൺ ഓഫ് ദ മേജർ അപ്ഡേറ്റുകളിൽ ഒന്നാണ് 17.3 എന്ന് പറയുന്നത്. ഇതിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് വരാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് 2022 ജൂണിൽ നടന്ന WWDC ഇവന്റിലായിരുന്നു ആപ്പിൾ iOS 17 ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. ആ ഒരു ഇവന്റിൽ പോലും പ്രഖ്യാപിക്കാത്ത അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാത്ത ഒരു പുതിയ ഫീച്ചർ പോലും ആപ്പിൾ 17.3 അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ. ലിറ്ററലി നമ്മുടെ ഫോൺ ഇനി മോഷ്ടിച്ചുകൊണ്ട് വന്ന വ്യക്തിക്ക് ഈ ഫോണും കൊണ്ട് യാതൊരു പ്രയോജനം കാണത്തില്ല. കാരണം ഈ ഫോണിലെ ഒരു പാസ്കോഡ് പോയിട്ട് ഒരു സംഭവം പോലും അവർക്ക് അനക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഇല്ലാതെ വർക്കാകത്തില്ല. അപ്പോൾ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നതിന് പുറകിലുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് വളരെ റീസെന്റ് വാൾ സ്ട്രീറ്റ് ജേണലിൽ പുറത്തിറക്കിയ അവരുടെ ഒരു ആർട്ടിക്കിളിൽ അവർ മെൻഷൻ ചെയ്ത കാര്യമാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിലൂടെ പ്രതിപാദിക്കുന്നത് എങ്ങനെയാണ് മോഷ്ടാക്കൾ ഐഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും അത് ഉപയോഗിച്ചുകൊണ്ട് അത് അൺലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഇങ്ങനെയുള്ള സകല കാര്യങ്ങളിലും ലൂട്ട് ചെയ്ത് അതുകൊണ്ട് എങ്ങനെയാണ് ബെനിഫിറ്റുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് ആ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ആർട്ടിക്കിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കാര്യത്തിന് തടയിടാൻ വേണ്ടിയാണ് ആപ്പിൾ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഈ ഒരു ഫീച്ചർ നമുക്ക് എവിടെ നിന്നാണ് ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ ഫേസ് ID ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, അതിൽ നമ്മുടെ ഫോണിന്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഇവിടുന്ന് താഴത്തേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീച്ചർ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഞാൻ ഓൾറെഡി നമ്മുടെ ഡിവൈസിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എഫക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ മോഷ്ടാക്കൾ ഐഫോണിന്റെ പാസ്വേഡ് മനസ്സിലാക്കുകയും അത് എൻ്റർ ചെയ്ത് പാസ്വേഡ്, അതായത് നമ്മളുടെ ഫോണിലെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്വേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലിറ്ററലി നമുക്ക് ഈ ഒരു ഡിവൈസിനെ കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് പോയി ഇവിടെ നിന്ന് നമ്മുടെ സൈൻ ഇൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ആരുടെയും ആപ്പിൾ ഐഡിയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ചേഞ്ച് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പിൾ ഐഡിയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഡിവൈസിന്റെ മൊത്തത്തിലുള്ള കംപ്ലീറ്റ് കൺട്രോളും ആ മോഷ്ടാക്കളുടെ കയ്യിൽ ലഭിക്കുവാണ്. എന്നാൽ ഈ ഒരു ഓപ്ഷൻ വന്നതോടെ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ഫീച്ചർ വന്നതോടെ ഇനി മുതൽ ഈ ഒരു ചേഞ്ച് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഇല്ലാതെ ഇത് തുറക്കാനോ സാധിക്കത്തില്ല. അതായത് ഫേസ് ID ആണെങ്കിൽ ഫേസ് ID, ടച്ച് ID ആണെങ്കിൽ ടച്ച് ID, ഇതില്ലാതെ നമ്മൾ ആ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കത്തില്ല. ഇത് കാണുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതിനേക്കാളും സിമ്പിൾ നമ്മളുടെ ഫോണിൻ്റെ ഫേസ് ID റീസെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുകയോ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ഫീച്ചർ ഉണ്ടാക്കിയ അവിടെ ആപ്പിളിൽ ഇരിക്കുന്ന എഞ്ചിനീയേഴ്സ് അവന്മാരും മണ്ടന്മാരല്ല, അവരും ബുദ്ധിയുള്ളവർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ആ ഒരു സംശയം മാറ്റിത്തരാം. നമ്മൾ ഫേസ് ID ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തേക്കുന്നവരുടെ താഴത്തേക്ക് ഓപ്ഷനിലേക്ക് പോയി റീസെറ്റ് ഫേസ് ID എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഫേസ് ID എന്ന് പറയുന്ന ഒതന്റിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഫേസ് ID അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തന്നെ റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി അതിൻ്റെ തൊട്ട് താഴത്തേക്ക് നമ്മളെ ചേഞ്ച് പാസ്കോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാസ്കോഡ് ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്തു അവിടെയും നമുക്ക് ഫേസ് ID വേണം. സോ ബുദ്ധി ഇല്ലാത്തവരല്ല ആപ്പിൾ ഇരിക്കുന്നത്, അവരും ഇതെല്ലാം മുൻകൂട്ടിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ ഫീച്ചർ ഇതുപോലുള്ള ഫീച്ചേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങൾ എന്തും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പാസ്കോഡ് മാറണമെങ്കിലും ആപ്പിൾ ഐഡിയുടെ പാസ്കോഡ് മാറണമെങ്കിലും ഇതിനെല്ലാം നമ്മുടെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ സാധിക്കത്തില്ല. ഇൻ കേസ് എങ്ങനെയെങ്കിലും ഫേസ് ID എന്ന് പറയുന്ന സംഗതി ഒപ്പിച്ചെടുത്താൽ ഇപ്പം നമ്മളിപ്പം ടേൺ ഓഫ് പാസ്കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ഞാൻ ടാപ്പ് ചെയ്ത് ഈ ഒരു ബയോമെട്രിക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്യൂരിറ്റി ഡിലേ റിക്വയർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു മുഖേന ആ ഫേസ് ID എനേബിൾ ചെയ്താൽ പോലും പിന്നീട് നമ്മളുടെ പാസ്കോഡ് അല്ലെങ്കിൽ അതിപ്പം ആപ്പിൾ ID ആയിക്കോട്ടെ നമ്മളുടെ ഫോണിൻ്റെ പാസ്കോഡ് ആയിക്കോട്ടെ ഇത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഡിലേ ആണ് അവിടെ സംഭവിക്കുന്നത്. അതായത് സെക്യൂരിറ്റി ഡിലേ വിൽ ലാസ്റ്റ് ഫോർ 1 hour എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഐഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഫോൺ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ ആകും. അതെന്തായാലും അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പുതിയൊരു വാൾപേപ്പർ ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് യൂണിറ്റി ബ്ലൂം എന്ന് പറയുന്ന പുതിയ വാൾപേപ്പർ. സോ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും.
അതിൽ പ്രീവിയസ്ലി കുറേയധികം വാൾപേപ്പേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ടും ആപ്പിൾ പുതിയ യൂണിറ്റി വാൾപേപ്പേഴ്സ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. പുതിയ ഈ വർഷത്തെ യൂണിറ്റി വാൾപേപ്പറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതിൽ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഒന്ന്, നമുക്ക് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള മൾട്ടി കളർ വാൾപേപ്പർ, ഫ്ലവേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. യൂണിറ്റി റെഡ്, യൂണിറ്റി ഗ്രീൻ, അതോടൊപ്പം മൾട്ടി കളർ, ആൻഡ് ഫൈനലി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ 5 ഓപ്ഷൻസ് ആണ് ആപ്പിൾ കൊടുത്തേക്കുന്നത്. ഈ ഒരു വാൾപേപ്പർ നിങ്ങൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള ഡിവൈസുകളിലാണ് എസ്പെഷ്യലി ഉപയോഗിക്കുന്നെങ്കിൽ, ഇപ്പം 14 Pro അല്ലെങ്കിൽ 15 Pro പോലുള്ള ഡിവൈസിൽ നിങ്ങൾ ജസ്റ്റ് ലോക്ക് സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാൾപേപ്പറിൻ്റെ പാറ്റേണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാണാൻ സാധിക്കും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മോഡിൽ ഈ ഒരു രീതിയിലായിരിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ സമയം നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പാറ്റേൺസിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം പാറ്റേൺസ് ഓരോ തവണയും മാറി മാറിയാണ് വരുന്നത്. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള ഡിവൈസുകളിൽ യൂണിറ്റി ബ്ലൂം വാൾപേപ്പേഴ്സിൽ നമുക്ക് ലഭിക്കുന്നതാണ്. സോ അതെന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇതിലെ 4ാമത്തെ ഫീച്ചറാണ് കൊളാബറേറ്റീവ് പ്ലേലിസ്റ്റ്. iOS 17.2 എന്ന് പറയുന്ന അപ്ഡേറ്റിൽ വരാനിരുന്ന അല്ലെങ്കിൽ കൊണ്ടുവരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത, അതിൽ ബീറ്റ വേർഷനിൽ ഉണ്ടായിരുന്ന ഒരു ഫീച്ചറായിരുന്നു. പിന്നീട് ഫൈനൽ റിലീസിൽ ആപ്പിൾ അത് റിമൂവ് ചെയ്തതാണ്. എങ്കിലും തിരിച്ച് ആപ്പിൾ ആ ഒരു ഫീച്ചർ iOS 17.3 അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തായാലും അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ്. പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ പ്ലേലിസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഒരു ഗിഫ് ഐക്കൺ കാണാൻ സാധിക്കും. ഇത് iPhone 13 Pro ആണ്. 13 Proയിൽ 17.2.1 അപ്ഡേറ്റ് ആണ് റൺ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ആ ചേഞ്ച് കാണാൻ സാധിക്കും. നമുക്കിവിടെ പ്ലേലിസ്റ്റിൻ്റെ ഓപ്ഷനിൽ ആ ഒരു ഗിഫ് ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കത്തില്ല. എന്നാൽ 15 Proയിൽ നമുക്ക് കൊളാബറേറ്റീവ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു കൊളാബറേറ്റീവ് പ്ലേലിസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഗിഫ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ 7 ദിവസം കൂടുമ്പോൾ നമ്മുടെ ഈ ലിങ്ക് എക്സ്പയർ ആവുകയും അത് നമ്മൾ പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലിങ്കായിട്ട് ഒരു iMessage ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു കൂട്ടുകാർക്ക് എയർ ഡ്രോപ്പ് ആയിട്ടോ ഇത് ഷെയർ ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ QR കോഡിൻ്റെ സഹായത്തോടെ നമുക്ക് സ്കാൻ ചെയ്തും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ആവുന്ന വ്യക്തിക്ക് ഇതിലേക്ക് പുതിയ പാട്ടുകൾ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും സോർട്ട് ചെയ്യാനും ഈവൻ നമുക്ക് ഇതിനകത്ത് റിയാക്ട് ചെയ്യാനും സാധിക്കും. ഇവിടെ നമുക്ക് ഒരു ഇമോജിയുടെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇമോജികൾ ഉപയോഗിച്ച് വേണമെങ്കിലും ഇതിൽ റിയാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു കിടിലൻ ഓപ്ഷനും കൂടെ ആപ്പിൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചറാണ് എയർ പ്ലേസ് ഇൻ ഹോട്ടൽ റൂംസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ. അതായത് നമുക്ക് ഇനി മുതൽ നമ്മുടെ സെറ്റിംഗ്സ്, ജനറൽസ്, അതിൽ എയർ പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും എയർ പ്ലേ എനേബിൾഡ് ആയിട്ടുള്ള ഹോട്ടൽ റൂംസിലെ ടിവിയിൽ നമുക്ക് ഇനി മുതൽ കണ്ടന്റുകൾ, അതായത് നമ്മളെ ആപ്പിൾ ടിവിയിലോ അല്ലെങ്കിൽ ഡിവൈസിൽ പ്ലേ ചെയ്യുന്ന ഒരു മൂവിയോ അതോടൊപ്പം തന്നെ ആപ്പിൾ മ്യൂസിക്കും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. എയർ പ്ലേ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു എയർ പ്ലേ എനേബിൾഡ് ആയിട്ടുള്ള TVs ഉള്ള അല്ലെങ്കിൽ TVs പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടലുകളിലാണ് നമുക്ക് ഈ ഒരു ഫീച്ചറിന് അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് സാധിക്കത്തില്ല. സോ ഇതുപോലുള്ള TVകൾ വരുന്ന എല്ലാ ഹോട്ടൽ റൂംസിലും നിങ്ങൾക്ക് ഇതിന് അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കും വിത്തൗട്ട് സൈനിങ് ടു അവർ ആപ്പിൾ അക്കൗണ്ട്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റിനെ യാതൊരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കുന്നതുമാണ്. പിന്നീട് ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു ചേഞ്ച് ജേണൽ ആപ്പിനകത്താണ്. നമുക്കറിയാം കഴിഞ്ഞ അപ്ഡേറ്റിലാണ് ഈ ഒരു ജേണൽ എന്ന് പറയുന്ന ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇതിൽ ജേണലിംഗ് സജഷൻ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമുക്ക് പ്രൈവസി സെറ്റിംഗ്സ് പ്രീവിയസ്ലി ഉണ്ടായിരുന്നതാണ്. ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് നോർമലി ഉള്ള നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇവിടെ നിന്ന് വരുത്താൻ സാധിക്കും. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്ന മറ്റൊരു അടിപൊളി ഫീച്ചർ അല്ലെങ്കിൽ ചേഞ്ച് ആണ് നമ്മുടെ സെറ്റിംഗ്സിൽ ജനറൽസിൻ്റെ ഓപ്ഷനിൽ ഇതുവരെ നമുക്കുണ്ടായിരുന്ന ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടി എന്ന് പറയുന്ന ഫീച്ചർ. നമുക്കറിയാം ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടി എന്ന് പറയുന്ന ഫീച്ചർ കഴിഞ്ഞ അപ്ഡേറ്റിലും അതിന് പ്രീവിയസ് അപ്ഡേറ്റിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ്. ഇതിൽ നമുക്ക് കാണാം ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടിയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഡിവൈസും ആ ഒരു ഡിവൈസിൽ നമ്മൾ പെയർ ചെയ്തേക്കുന്ന മറ്റ് ഡിവൈസുകളും, ഇപ്പോൾ ആപ്പിൾ വാച്ച് ഞാൻ ഈ ഒരു 13 Pro ആയിട്ട് പെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്പിൾ വാച്ച് കാണാൻ സാധിക്കില്ല. എന്നാൽ എയർപോഡ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ 2 ഡിവൈസുകളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളായിരുന്നു. ഇത്രയും നാളും നമുക്ക് ലഭിക്കത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പം പുതിയ അപ്ഡേറ്റിൽ ആപ്പിൾ കെയർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ ഫീച്ചറിൽ നമുക്ക് ആ ഒരു ഡിവൈസ് മാത്രമല്ല ഇതിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സെയിം ആപ്പിൾ ID സൈൻ ഇൻ ചെയ്തേക്കുന്ന എല്ലാ ഡിവൈസുകളും, ഇതെല്ലാം നമ്മുടെ ഡിവൈസുകളാണ്. ആ ഡിവൈസുകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ ലിസ്റ്റബിൾ ആണ് അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ഫൈനലി ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബഗ് ഫിക്സുകളിൽ ഒന്നാണ്, കുറച്ച് ദിവസങ്ങളായിട്ട് റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ടുകൊണ്ട് ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ ഒരു ആപ്പ് ലൈബ്രറി ആക്സസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മോഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ആപ്പ് ലൈബ്രറി ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതുപോലെ ഫ്രീസ് ആണ്. നമ്മുടെ iPhone 13 Pro ആണ്. ഇപ്പോൾ ഇവിടെ ആപ്പ് ലൈബ്രറി നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. എൻറ്റയർലി നമ്മുടെ ഡിവൈസ് ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഡിവൈസ് ഫ്രീസ് ആയി പോകുന്ന ഒരു ബഗ്, ഈ ബഗ് ആപ്പിൾ ഇപ്പം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ അത് കാണിച്ചു തരാം.
അപ്പം ഇപ്പം നിങ്ങൾ കാണാം ഈ ആപ്പ് ലൈബ്രറി ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഇതുപോലെ സ്ക്രോളൊക്കെ ചെയ്ത് അതിന് ശേഷം നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആപ്പ് ലൈബ്രറി ആക്സസ് ചെയ്യാനും അതിൽ ടാപ്പ് ചെയ്യാനും എല്ലാം സെർച്ച് ചെയ്യാനും ഫംഗ്ഷനിങ് എല്ലാം സ്മൂത്തായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പം പുതിയ അപ്ഡേറ്റിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രോബ്ലം അഫക്റ്റ് ചെയ്യത്തില്ല. എന്നാൽ ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അതായത് നമ്മുടെ ഡിവൈസ് ഇങ്ങനെ ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ ഒരു റീസ്പ്രിങ്ങിലേക്ക് പോകും. ഇങ്ങനെ ഡിവൈസിൻ്റെ ഹോം സ്ക്രീൻ റീസ്പ്രിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഡിവൈസ് അൺലോക്ക് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യവും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്നേക്കുന്ന പുതുതായിട്ടുള്ള ഫീച്ചേഴ്സും ചേഞ്ചസും മാറ്റങ്ങളും ഒക്കെ. ഇനി പെർഫോമൻസ് ആൻഡ് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏതാനും മണിക്കൂറുകളായിട്ടുള്ള നമ്മൾ ഈ ഡിവൈസിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇതുവരെയുള്ള പെർഫോമൻസിൽ 14 Pro ആയിക്കോട്ടെ ഈ ഒരു 15 Pro ആയിക്കോട്ടെ യാതൊരു കുഴപ്പം കൂടാതെ തന്നെയാണ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ കൺസേൺസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാറ്ററി സെറ്റിംഗ്സിൽ ബാറ്ററി ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ 5 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ് 15 Pro എന്ന് പറയുന്നത്. വളരെ റഫും ടഫും പറ്റുന്ന എല്ലാ ടൈമുകളിലും ചാർജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓവർനൈറ്റ് ചാർജിങ് എനിക്കുണ്ട്. ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന പോലെ 90% അല്ല 80% ലിമിറ്റാണ് ഞാൻ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സെറ്റ് ചെയ്തേക്കുന്നെങ്കിലും ചില സമയങ്ങളിൽ ആപ്പിളുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചില ടൈമുകളിൽ പ്രത്യേക സിറ്റുവേഷനിൽ അത് ചിലപ്പം ബാറ്ററി പെർസെൻറ്റേജ് ചാർജ് ചെയ്ത് ചിലപ്പോൾ 90% വരെ അല്ലെങ്കിൽ 95% വരെ പോയെന്നിരിക്കാം. അത് ഡിപ്പെൻഡിങ് ഓൺ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആപ്പിളുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 99% ആണ് എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 5 മാസമായിട്ടുള്ള യൂസേജിൽ. പക്ഷേ ഇപ്പോഴും പല ആളുകൾക്കും കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാകാത്ത കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, വീണ്ടും കരയുന്ന ഒരു കാര്യമാണ് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം നിങ്ങൾ ഫോൺ വാങ്ങുന്നത് ഉപയോഗിക്കാനാണെങ്കിൽ ഉപയോഗിക്കുക, അല്ലാതെ ബാറ്ററി ഹെൽത്ത് നോക്കിക്കൊണ്ടിരിക്കാനാണെങ്കിൽ അങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. സോ ബാറ്ററി ഹെൽത്തിനെ അതിൻ്റെ വഴിക്ക് വിടുക. അത് കുറയുമെന്ന് പേടിച്ചിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 17.3 എന്ന് പറയുന്ന അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഹൈ സെക്യൂരിറ്റി ഫീച്ചർ നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കേർണൽ ബേസ്ഡ് വെബ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സെക്യൂരിറ്റി പാച്ചസും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 2 കാര്യങ്ങൾ മാത്രം വെച്ചാൽ മതി നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം അറിയാൻ സാധിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഡിവൈസുകളിലും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. എല്ലാ ഡിവൈസുകളും iOS 17 റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും നമുക്ക് അപ്ഡേറ്റ് അവൈലബിൾ ആണ്. ഈ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. സോ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡിവൈസുകളെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. വർത്തായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് 17.3 എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ, ബാറ്ററി, ബഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ താമസിക്കാതെ ചെയ്യുന്നതായിരിക്കും, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.